നമസ്കാരം. വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 11, 2024. പ്രധാന വാർത്തകൾ. നമുക്ക് പ്രധാന വാർത്തകൾ വായിക്കുന്നതിന് മുമ്പായി അല്പം കൗതുകമുണർത്തുന്ന രസകരമായ ഒരു വാർത്ത വായിച്ചുകൊണ്ട് ആരംഭിക്കാം. തെരഞ്ഞെടുപ്പിൽ സീറ്റുകൾ നിലനിർത്താൻ പെടാപ്പാടുപെടുന്ന ബി.ജെ.പിയെ മീൻ വലയിൽ കുരുക്കി മുൻ ഉപമുഖ്യമന്ത്രിയും ആർ.ജെ.ഡി. നേതാവുമായ തേജസ്വി യാദവ്. ഹെലികോപ്റ്റർ യാത്രയ്ക്കിടെ വികാസ്ശീൽ പാർട്ടി തലവൻ മുകേഷ് സാഹ്നിയുമായി റൊട്ടിക്കൊപ്പം മീൻ കഴിക്കുന്ന ദൃശ്യം തേജസ്വി പങ്കുവച്ചത് നവരാത്രിയോട് ബന്ധിപ്പിച്ച് ബി.ജെ.പി. പ്രചരണ ആയുധം ആക്കിയിരുന്നു. എന്നാൽ നവരാത്രിക്ക് ഒരു ദിവസം മുമ്പ് 8-ന് ചിത്രീകരിച്ച വീഡിയോയിലെ തീയതി നോക്കാതെയാണ് ബി.ജെ.പിക്കാർ മീൻ വലയിലേക്ക് എടുത്തു ചാടിയത് എന്നാണ് തേജസ്വി യാദവ് പറയുന്നത്. ഓർക്കണേ, നമ്മുടെ രാജ്യത്തിന്റെ ഒരു ഗതികേട്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ്. ആ രാജ്യം തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ആരെ തെരഞ്ഞെടുക്കണം എന്ന് തീരുമാനിക്കുന്നത് റൊട്ടിക്കൊപ്പം മീൻ കഴിച്ചോ എന്ന സംഗതി പരിശോധിച്ചുകൊണ്ടാണ്. റൊട്ടിക്കൊപ്പം മീൻ കഴിച്ചത് നവരാത്രി ദിവസമാണോ, 8-ാം തീയതിയാണോ, 9-ാം തീയതിയാണോ? ഇതൊക്കെയാണ് രാഷ്ട്രീയമായി ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ. എന്തൊരു നാണക്കേടാണ് ഈ ആധുനിക കാലത്തെ എന്നൊന്ന് ഇതിനെയാണ് ജനാധിപത്യം, സത്യവും നീതിയും സംരക്ഷിക്കാനുള്ള തെരഞ്ഞെടുപ്പ് എന്നൊക്കെ പറഞ്ഞ് നാം അഭിമാനിക്കുന്നത്. ഇത്രയുള്ളൂ കാര്യം. തെരഞ്ഞെടുപ്പിലെ വിഷയം റൊട്ടിക്കൊപ്പം മീൻ കഴിച്ചോ ഇല്ലയോ എന്നാണ്. മീൻ കഴിച്ചെങ്കിൽ വോട്ട് ചെയ്യില്ല, മീൻ കഴിച്ചാൽ വോട്ട് ചെയ്യില്ല, മീൻ കഴിച്ചില്ലെങ്കിൽ വോട്ട് ചെയ്യും, അങ്ങനെ കരുതുന്ന ആൾക്കാർ. അപ്പോൾ എതിർപക്ഷം നേരെ തിരിഞ്ഞു വരും. ഇതൊക്കെയാണ് ഇലക്ഷനിൽ വിഷയമാക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ ഇഷ്ടപ്പെടുന്നത്. കാരണം ജനങ്ങളുടെ ബോധം അത്രയേ ഉള്ളൂ. അന്നേരം അതിനെ എങ്ങനെ ചൂഷണം ചെയ്യാം, അല്ലാതെ അവരെ ആ ബോധ നിലവാരത്തിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവന്ന് ജനങ്ങളുടെ വിദ്യാഭ്യാസത്തിന്റെ വിഷയം, അവരുടെ ആരോഗ്യത്തിന്റെ വിഷയം, അവർക്ക് ശുദ്ധമായ ജീവിക്കുവാനുള്ള വൃത്തിയുള്ള സാഹചര്യം, ഇതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യേണ്ട ഒരു കാലഘട്ടത്തിൽ ഈ പറയുന്ന തരത്തിലേക്ക് നമ്മുടെ നാട് അധപ്പതിക്കുന്നു. നമ്മുടെ ജനാധിപത്യം ഇത്രയ്ക്ക് ശുഷ്കവും പരിമിതവുമാണ് എന്ന കാര്യം നമ്മൾ അതിനെക്കുറിച്ച് കൊട്ടിഘോഷിക്കുമ്പോൾ, ഉത്സവ ആഘോഷം, തെരഞ്ഞെടുപ്പ് ഉത്സവ ആഘോഷം കമ്മീഷനും കൂട്ടാളികളും നടത്തുമ്പോൾ ഒന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും എന്ന് മാത്രം ആ വാർത്തയുമായി ബന്ധപ്പെട്ട് പറയുന്നു. മറ്റു ചില വാർത്തകളിലേക്ക്, പ്രധാന വാർത്തകളിലേക്ക് നമുക്ക് അവസാനം വരാം. ആദ്യം മറ്റു ചില വാർത്തകളിലേക്ക്. ഇന്നലെ ചെറിയ പെരുന്നാളായിരുന്നു. ചെറിയ പെരുന്നാളുമായി ബന്ധപ്പെട്ട വാർത്തകളുണ്ട്, അതേപോലെ മറ്റ് വാർത്തകളും ഒക്കെ ഉണ്ട്. അവയൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം. കേന്ദ്രഭരണ പ്രദേശമായ ജമ്മു കാശ്മീരിലെ ശ്രീനഗറിൽ ജാമിയ മസ്ജിദിൽ ഈദ് ദിനത്തിലെ പ്രാർത്ഥനകൾ തടഞ്ഞു. അതാണ് ഒരു പ്രധാന വാർത്ത. ബുധനാഴ്ച, അതായത് ഇന്നലെ പുലർച്ചെ പ്രാർത്ഥനയ്ക്ക് പിന്നാലെ മസ്ജിദിലെത്തിയ പോലീസ് ഗേറ്റുകൾ പൂട്ടി. ഒരു അറിയിപ്പും നൽകാതെയായിരുന്നു പോലീസ് നടപടിയെന്ന് മസ്ജിദ് ഭരണസമിതി അൻജുമാൻ ഔക്കാഫ് പ്രസ്താവനയിൽ അറിയിച്ചു. രാവിലെ 9:30 നിശ്ചയിച്ചിരുന്ന ഈദ് പ്രാർത്ഥനയാണ് മുടക്കിയത്. മറ്റൊരു വാർത്ത. ക്രിസ്തുമത വിശ്വാസികൾക്ക് പ്രാർത്ഥനായോഗത്തിനുള്ള അനുമതി നിഷേധിച്ച് മധ്യപ്രദേശിലെ ഇൻഡോർ ജില്ലാ അധികൃതരുടെ നടപടി സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. ബുധനാഴ്ച വൈകിട്ട് 5-ന് പ്രാർത്ഥനായോഗം നടത്താൻ ജസ്റ്റിസ് ഭൂഷൺ ഗവായ് അധ്യക്ഷനായ ബെഞ്ച് അനുമതി നൽകി. പ്രാർത്ഥനായോഗത്തിന് ഉപാധികളോടെ ബിച്ചോളി ഹബ്സ ഡിവിഷനിൽ മജിസ്ട്രേറ്റ് നൽകിയ അനുമതി ക്രമസമാധാന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ഞായറാഴ്ച പിൻവലിക്കുകയായിരുന്നു. ചില ഹിന്ദു സംഘടനകളുടെ പരാതിയെ തുടർന്നാണ് ഇൻഡോർ കളക്ടർ ഇടപെട്ട് അനുമതി നിഷേധിച്ചതെന്ന് ചൂണ്ടിക്കാട്ടി വിശ്വാസികൾ മധ്യപ്രദേശ് ഹൈക്കോടതിയെ സമീപിച്ചു. മധ്യപ്രദേശ് ഹൈക്കോടതി ജില്ലാ അധികൃതരുടെ നടപടി ശരിവെച്ചതോടെയാണ് സുപ്രീം കോടതിയെ സമീപിക്കുകയും അനുകൂല വിധി സമ്പാദിച്ചത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത. രൂപീകരിച്ച് 3 വർഷമാകാത്ത കമ്പനികൾ പോലും ഇലക്ട്രൽ ബോണ്ടുകളിലൂടെ ബി.ജെ.പി. അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളിലേക്ക് കോടികൾ ഒഴുക്കി.
കമ്പനി നിയമപ്രകാരം നിലവിൽ വന്ന് 3 വർഷം ആകാത്ത കമ്പനികൾക്ക് രാഷ്ട്രീയ പാർട്ടികൾക്ക് നേരിട്ടോ അല്ലാതെയോ സംഭാവന നൽകാനാകില്ല. എന്നാൽ 3 വർഷമാകാത്ത 20 കമ്പനികൾ 2021 ഏപ്രിലിനും 2023 ജൂലൈക്കും ഇടയിൽ ഇലക്ട്രൽ ബോണ്ടുകളിലൂടെ 103 കോടി രൂപ രാഷ്ട്രീയ പാർട്ടികൾക്ക് കൈമാറി. ഇതിൽ 26 കോടി ലഭിച്ചത് BJPക്കാണ്. ഓർക്കുക, എത്ര കൊടിയ അനീതിയാണ്. എല്ലാവർക്കും അറിയാം, അല്പം കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഏതൊരാളിനും മനസ്സിലാവും, ഈ കമ്പനികൾ, ഈ 20 കമ്പനികൾ എന്ന് പറയുന്നത് കടലാസ് കമ്പനികളാണ്. ഇവർക്ക് കള്ളപ്പണം കൊടുക്കാൻ വേണ്ടി മാത്രം രൂപീകരിച്ചു. കാരണം കമ്പനിയായാൽ ഇലക്ട്രൽ ബോണ്ടിലൂടെ, കമ്പനിക്ക് വ്യക്തിക്ക് കൊടുക്കാം, ഒരു കമ്പനിയാണ് തട്ടിക്കൂട്ടിയിട്ട് ഇലക്ട്രൽ ബോണ്ടിലൂടെ മറ്റേതെങ്കിലും കമ്പനി ഇവരെ ബിനാമിയാക്കി പണം കൊടുക്കുന്നു. അവർ SBIയുടെ രേഖകളിൽ പോലും വരാൻ താല്പര്യം കാണിക്കാത്ത കമ്പനികൾ പിടിക്കപ്പെടില്ല. ഇപ്പം വന്ന കോടതി വിധിയൊന്നും അനുസരിച്ച് പോലും പിടിക്കാൻ അല്പം ബുദ്ധിമുട്ടുള്ള തരത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനായിട്ടാണ് ഇത്തരത്തിൽ കടലാസ് കമ്പനികൾ നേരിട്ട് ഇലക്ട്രൽ ബോണ്ട് കൊടുത്താൽ പിടിക്കപ്പെടില്ലായിരുന്നു. പക്ഷേ കോടതി വിധി വന്നതോടെ അങ്ങനെ കോടതി വിധി വന്നാൽ പോലും നേരത്തെ ഇതിനു മുമ്പ് കോടതി വിധിയൊന്നും ഇല്ലാത്ത സമയത്ത് വളരെ സ്വതന്ത്രമായി ഇത്തരം കൊള്ള നടത്തിയിരുന്ന ആൾക്കാർക്കും അറിയാം, ഒരുപക്ഷെ സർക്കാരൊക്കെ മാറി അല്ലെങ്കിൽ കോടതി വിധിയൊക്കെ വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ് എന്നറിയാവുന്നത് കൊണ്ട് കോടതിയിൽ കേസ് നിലനിന്നിരുന്നു എന്നതുകൊണ്ട് കൂടിയാണ് ഇത്തരത്തിൽ കടലാസ് കമ്പനികൾ പ്രവർത്തിപ്പിച്ച് കോടികൾ ഇതേപോലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകുന്നത്. ഇവിടെ 1.25 കോടി, അതിൽ 85 ലക്ഷം സാലറിയാണോ സർവീസാണോ എന്നൊക്കെ ചർച്ച നടത്തുമ്പോൾ BJP മേടിച്ച 26 കോടിയെക്കുറിച്ച് ഒരു അന്വേഷണവുമില്ല. ഒരു കമ്പനി ഉണ്ടാക്കുന്നു, 3 വർഷം കഴിയുമ്പോൾ 26 കോടി BJPക്ക് സംഭാവനയായിട്ട് നൽകുന്നു. ഒന്നാലോചിച്ച് നോക്കൂ, എന്തൊരു അഴിമതിയാണ്. മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കും കൊടുക്കുന്നു. അപ്പോൾ ഇതൊന്നും ചോദിക്കാനും പറയാനും ഇവിടെ ആളില്ല. കൊടിയ അനീതിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പതഞ്ജലിയെക്കുറിച്ചാണ് മറ്റൊരു വാർത്ത. പതഞ്ജലിയൊക്കെ ആടിത്തിമിർക്കുകയാണ്. അവരുടെ സർക്കാരാണ് അധികാരത്തിലിരിക്കുന്നത്, അതുകൊണ്ട് എന്തുമാവാം. കോടതി വിധിയൊക്കെ ഉണ്ടെങ്കിൽ പോലും ഉദ്യോഗസ്ഥന്മാരെ കൂട്ടുപിടിച്ച് അതിനെയൊക്കെ, ഉദ്യോഗസ്ഥന്മാരും ഭരണകൂടവും കൂടെ ഉണ്ടെങ്കിൽ കോടതിയും ചിലപ്പോഴൊക്കെ കൂടെ നിൽക്കും. അത് എല്ലായ്പ്പോഴും ഒരുപോലാണെന്ന് പറയാൻ പറ്റില്ല. ഏതായാലും ബാബ രാംദേവിനോട് സുപ്രീം കോടതി ഇപ്പോൾ നടത്തിയ ഖേദപ്രകടനം ഒന്നും പോരാ എന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ നൽകിയതുമായി ബന്ധപ്പെട്ട കോടതി അലക്ഷ്യ കേസിൽ പതഞ്ജലി കമ്പനിയുടെ സ്ഥാപകൻ ബാബ രാംദേവും MD ബാലകൃഷ്ണയും സമർപ്പിച്ച 2ാമത്തെ മാപ്പപേക്ഷയും സുപ്രീം കോടതി തള്ളി. കഴിഞ്ഞ നവംബറിലെ കോടതി ഉത്തരവ് ലംഘിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ നൽകിയതിന് നിരുപാധികമായ ഖേദപ്രകടനം നടത്തണമെന്ന് ജസ്റ്റിസ് ഹിമ കോഹ്ലി, ജസ്റ്റിസ് അക്സനുദ്ദീൻ അമാനുള്ള എന്നിവർ അംഗങ്ങളായ ബെഞ്ച് നിർദ്ദേശിച്ചു. കടലാസിൽ മാത്രം ഖേദപ്രകടനം നടത്തിയതുകൊണ്ട് കാര്യമില്ല. കോടതി ഉത്തരവുകൾ വീണ്ടും ലംഘിച്ചാൽ കർക്കശ നടപടികൾ നേരിടേണ്ടി വരുമെന്നും സുപ്രീം കോടതി ഇരുവർക്കും മുന്നറിയിപ്പ് നൽകി. കാരണം കോടതി നേരത്തെ മുന്നറിയിപ്പ് നൽകിയതാണ്, കടലാസിൽ മാപ്പൊക്കെ എഴുതി കൊടുത്തു, എന്നിട്ട് വീണ്ടും അതേ നിയമലംഘനം നടത്തി. എന്ന് വെച്ചാൽ കുരങ്ങ് കളിപ്പിക്കുക കോടതിയെ പോലും. ബാബ രാംദേവിന് അതിനൊക്കെ കഴിയും. കാരണം അദ്ദേഹം കേന്ദ്ര സർക്കാരിൻ്റെ അനുഗ്രഹ ആശീർവാദങ്ങളുള്ള ബാബയാണ്. ബാബ ശ്രേഷ്ഠനാണ്. പതഞ്ജലിക്കും അനുബന്ധ കമ്പനിയായ ദിവ്യ ഫാർമസിക്കും എതിരെ നിയമാനുസൃതമുള്ള നടപടികൾ സ്വീകരിക്കാത്ത ഉത്തരാഖണ്ഡ് സർക്കാരിനെയും സുപ്രീം കോടതി രൂക്ഷമായി വിമർശിച്ചു. അപ്പോൾ കോടതി ഇങ്ങനെയൊക്കെ പറഞ്ഞാലും സർക്കാരിൻ്റെ ഒത്താശയുണ്ട്. ഡ്രഗ്സ് ആൻഡ് മാജിക് റെമഡീസ് ആക്ട് ലംഘിച്ച് പതഞ്ജലി നൽകിയ പരസ്യങ്ങൾക്കെതിരെ സംസ്ഥാന ലൈസൻസിംഗ് അതോറിറ്റി ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. അധികൃതരും പതഞ്ജലിയും ഒറ്റക്കെട്ടാണെന്ന കാര്യം കോടതിക്ക് ഇതോടെ ബോധ്യപ്പെട്ടതായും ഈ വാർത്ത പറയുന്നു. അതുകൊണ്ടാണ് കോടതി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയ്ക്കും നിഷ്ക്രിയത്വത്തിനും ഉള്ള കാരണങ്ങളും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു കുടുംബം പോലെ കഴിയുന്ന ഇന്ത്യയിലെ ജനതയെ മതത്തിന്റെ പേരിൽ ഭിന്നിപ്പിക്കുകയല്ലാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒന്നും തന്നെ ചെയ്തിട്ടില്ലെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ പറഞ്ഞു. ഇന്ത്യ കൂട്ടായ്മയുടെ മധുര ലോക്സഭാ സ്ഥാനാർത്ഥി സു വെങ്കടേശൻ
ശിവഗംഗ സ്ഥാനാർത്ഥി കാർത്തി പി ചിദംബരം എന്നിവരുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു സ്റ്റാലിൻ. സിറിയയിലെ ഇറാൻ കോൺസുലേറ്റ് ആക്രമിച്ച ഇസ്രയേൽ അതിന്റെ പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരുമെന്നും അത് വൈകില്ലെന്നും ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയ ചെറിയ പെരുന്നാൾ ദിനത്തിൽ സംസാരിക്കവെയായിരുന്നു അദ്ദേഹം ഇത് പറഞ്ഞത്. ഏപ്രിൽ 1-നുണ്ടായ ആക്രമണത്തിൽ ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് അംഗങ്ങളായ 7 പേരടക്കം 12 പേർ കൊല്ലപ്പെട്ടിരുന്നു. ഇറാന്റെ കോൺസുലേറ്റ് ആക്രമിക്കുന്നത് ഇറാൻ മണ്ണിൽ ആക്രമണം നടത്തുന്നതിന് തുല്യമാണെന്ന് ഇസ്രയേലിന്റെ ദുഷ്ടഭരണകൂടം ഒരു തെറ്റ് ചെയ്തു, അവർ ശിക്ഷിക്കപ്പെടണമെന്നും അദ്ദേഹം പറഞ്ഞു. ഗാസയിലെ നീക്കവും അതിനെതിരായി രാജ്യത്തിന് അകത്തും പുറത്തുമുള്ള പ്രതിഷേധങ്ങളും കൈകാര്യം ചെയ്യുന്നതിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു തെറ്റുവരുത്തുകയാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. ഗാസയുടെ ഇപ്പോഴത്തെ അവസ്ഥ ദയനീയമാണെന്നും 6 മുതൽ 8 ആഴ്ച വരെ വെടിനിർത്തൽ പ്രഖ്യാപിക്കേണ്ടത് അനിവാര്യമാണെന്നും സ്പാനിഷ് ചാനലായ യൂണിവിഷനെ അനുവദിച്ച അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു. ഇനി വളരെ പോസിറ്റീവായ ഒരു വാർത്തയാണ്, പ്രത്യേകിച്ചും ഞങ്ങൾ ആലപ്പുഴക്കാരെ സംബന്ധിച്ചിടത്തോളം. ആലപ്പുഴയുടെ നാനോന്മുഖമായ വികസനവുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് അത്. പെരുമ്പളത്ത് നിന്ന് കൊച്ചിയിലെത്താൻ വെറും 25 മിനിറ്റ് മതി. ഇനിയും വടുതലയിൽ നിന്ന് പെരുമ്പളം ദ്വീപിലേക്കുള്ള, പെരുമ്പളം ദ്വീപ് എന്ന് പറയുമ്പോൾ 4 വശവും കായലിനാൽ ചുറ്റപ്പെട്ട ഒരു ദ്വീപാണ്. വളരെയധികം യാത്രാ ബുദ്ധിമുട്ടുകളുണ്ട്. ആശുപത്രിയൊക്കെ അവിടെ ഒരു ചെറിയ ആശുപത്രിയൊക്കെ ഉണ്ടെങ്കിലും വലിയ കേസുകളൊക്കെ വരികയാണെങ്കിൽ രോഗിയെ കരയിലെത്തിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സംഗതിയാണ്. 2011 ഇപ്പോഴത്തെ ആലപ്പുഴയിലെ MP ആരിഫ് അവിടെ MLA നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രചരണത്തിന് എത്തുമ്പോഴാണ് AM ആരിഫ് അവിടെ എത്തുമ്പോഴാണ് ദ്വീപുകാർ തങ്ങളുടെ ഈ പാലത്തിന് വേണ്ടിയുള്ള ആവശ്യം, തങ്ങളുടെ യാത്രാ ദുരിതം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടത്. പാലം നിർമ്മിക്കാനുള്ള എല്ലാ സാധ്യതകളും പരിശോധിക്കുമെന്ന ഉറപ്പ് നൽകിയാണെന്ന് ആരിഫ് ദ്വീപ് വിട്ടത്. ഇന്ന് ആരിഫിന്റെ ആ കരുതലിൽ, അദ്ദേഹം MP ആണ്, ആ കരുതലിൽ വേമ്പനാട്ട് 4 വശവും വേമ്പനാട്ട് കായൽ അതിലിടുന്ന പെരുമ്പളം ദ്വീപിലേക്കുള്ള പാലം ഈ വർഷം അവസാനത്തോടെ തുറന്നു കൊടുക്കാൻ കഴിയും വിധം അതിൻ്റെ 80% പണിയും ഇതോടെ പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇനി ഉപരിതലത്തിലുള്ള പണികൾ മാത്രമേ ബാക്കിയുള്ളൂ. അടിസ്ഥാന പണികളെല്ലാം 80% പൂർത്തീകരിച്ചു. ഇതോടെ പെരുമ്പളം ദ്വീപുകാരുടെ കാത്തുനിൽപ്പിന് വിരാമമാകും. ഈ വർഷാവസാനം 25 മിനിറ്റ് കൊണ്ട് തൊട്ടടുത്ത നഗരമായ കൊച്ചിയിൽ എത്താൻ കഴിയും. 1 കിലോമീറ്റർ 150 മീറ്ററാണ് പാലത്തിൻ്റെ നീളം. വേമ്പനാട്ട് കായലിൽ പടുത്തുയർത്തിയിട്ടുള്ളതിൽ ഏറ്റവും വലിയ പാലമാണിത്. തീർച്ചയായിട്ടും പെരുമ്പളം ദ്വീപ് നിവാസികളെ സംബന്ധിച്ചിടത്തോളം അവർ അനുഭവിച്ചു വരുന്ന വളരെ വലിയ ഒരു ദുരിതത്തിന് പരിഹാരമാണിത്. മറ്റൊരു വാർത്ത, ലീഗിൻ്റെ കേന്ദ്രത്തിൽ ഉഗ്ര സ്ഫോടനം. ലീഗിൻ്റെ കേന്ദ്രത്തിൽ അത് വെടിമരുന്നുമായി നിർമ്മിച്ചാണ് വെടിമരുന്ന്. അതായത് 3 പേർക്ക് പരിക്കേറ്റു, 16 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. സ്ഫോടനത്തിനു മുമ്പ് സംസ്ഥാന പാതയിൽ വാഹനങ്ങൾ തടസ്സപ്പെടുത്തി റോഡിൽ വെടിക്കെട്ടൊക്കെ സംഘടിപ്പിച്ചിരുന്നു. സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞ് വലിയ പ്രകോപനമൊക്കെ ലീഗ് സൃഷ്ടിച്ചിരുന്നു. തൂണേരി പഞ്ചായത്തിലെ മുസ്ലിം ലീഗ് ശക്തി കേന്ദ്രമായ മുടവന്തേരി കുഞ്ഞിപ്പുരമുക്കിൽ കുണ്ടിൻ്റെ വിട പാറയ്ക്ക് സമീപം ജീപ്പിൽ ഉഗ്രസ്ഫോടനം. മുസ്ലിം ലീഗിന്റെ 3 പ്രവർത്തകർക്ക് പരിക്കേറ്റു. മുടവന്തേരി സ്വദേശികളായ ഫവാസ്, മുഹമ്മദ് ആഷിഖ്, ഷറാഫ് എന്നിവർക്കാണ് പരിക്കേറ്റത്. 3 പേരും 22 വയസ്സിന് താഴെയുള്ള ആൾക്കാരാണ്. ഇവർ നാദാപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. ഈ സ്ഥലത്ത് ഇതിനു മുമ്പും ഇതുപോലെ സ്ഫോടക വസ്തുക്കൾ പൊട്ടി 5 ലീഗ് പ്രവർത്തകർ കൊല്ലപ്പെട്ട
നരിക്കാട്ടേരിയുടെ സമീപ പ്രദേശമാണ് ഈ പ്രദേശം. ഇതൊക്കെ അവിടെ സ്വാഭാവികമായിട്ട് നടക്കുന്ന സംഗതികളാണ്. അതുകൊണ്ട് അതിനെ ന്യായീകരിക്കുകയല്ല. നമ്മളൊരു വാർത്ത വരുമ്പോൾ അതിന് വസ്തുതകൾ പരിശോധിക്കണം. തീർച്ചയായിട്ടും ഈ സ്ഫോടനത്തിൽ പ്രതികളായത് ലീഗായത് അവിടെ ലീഗുകാരാണ് കൂടുതലും, ലീഗ് പ്രവർത്തകർ കൂടുതലുള്ള സ്ഥലമാണ്. അവർ പങ്കെടുത്തതിന് ലീഗിന് നേതൃത്വപരമായ പങ്കുണ്ടോ ഇത്തരം സംഗതികൾ സംഘടിപ്പിക്കുന്നതിൽ എന്നുള്ളതൊക്കെ പരിശോധിക്കേണ്ടതാണ്. പക്ഷെ പ്രത്യക്ഷത്തിൽ നമുക്കറിയാവുന്ന ഇവർ ലീഗ് പ്രവർത്തകരാണ്. ഈ പ്രദേശത്ത് മുമ്പ് സ്ഫോടനം നടന്നിട്ടുണ്ട്. അന്ന് പരിക്കല്ല പറ്റിയത്, 5 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇതിൻ്റെ അടുത്ത പ്രദേശത്ത്. അതേപോലെ ഇത്തരം സംഗതികൾ ഇതിൽ പ്രതികളാകുന്നവരെ വളരെ മാതൃകാപരമായി സർക്കാരുകൾ ശിക്ഷിക്കുന്നുണ്ടോ എന്നുമാണ് പരിശോധിക്കേണ്ടത്. അല്ലാതെ ഒരു വാർത്ത വരുമ്പോൾ അതിൽപ്പെട്ട ആൾക്കാർ ഇന്ന പാർട്ടിക്കാരാണ്, അതുകൊണ്ട് അവർക്കാണ് അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും എന്ന് പറയുന്ന രീതി ശരിയല്ല. ഇപ്പോൾ ബോംബ് സ്ഫോടക വസ്തുക്കൾ നിർമ്മിച്ചു, ശരിയാണ്. അതിൽ CPM പ്രവർത്തകർ പ്രതികളായിട്ടുണ്ട്. കാരണം ആ പ്രദേശത്തുള്ള ആൾക്കാരെല്ലാം CPM പ്രവർത്തകരാണ്. പക്ഷെ CPMന് വേണ്ടിയിട്ടല്ല ഈ കാര്യങ്ങളൊന്നും ചെയ്യുന്നത്. അവിടെ ഒരു ക്ഷേത്ര ഉത്സവവുമായി ബന്ധപ്പെട്ട് ഇരുവിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ നിലനിൽക്കുന്നു. ഇരുവിഭാഗവും അവരുടേതായിട്ടുള്ള ആയുധങ്ങൾ സംഘടിപ്പിക്കുന്നു. അത് ശരിയാണ്, ഒരിക്കലും ശരിയല്ല. അതൊക്കെ പരിഹരിക്കേണ്ടതാണ്. പക്ഷെ ഒരു സുപ്രഭാതം കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്നതല്ല. കണ്ണൂരിലൊക്കെ ഒരു കാലത്ത് ഉള്ള സംഘർഷങ്ങൾ, ഇത്തരം സംഘർഷങ്ങൾ ഇപ്പോൾ എത്രയോ ലഘൂകരിക്കപ്പെട്ടു. ഇപ്പോഴങ്ങനെയുള്ള വാർത്തകളെ നമ്മൾ കേൾക്കുന്നില്ല, വളരെ വളരെ കുറഞ്ഞു വരികയാണ്. അത് തീർച്ചയായിട്ടും സർക്കാരിൻ്റെയും സാമൂഹ്യ പ്രവർത്തകരുടെയും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും ഒക്കെ ഇടപെടലും അവരുടെയൊക്കെ തന്നെ സ്വയം ഉത്ഗ്രഥനവും ഒക്കെ കൊണ്ട് സംഭവിക്കുന്നതാണ്. അത് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അതിനെ രാഷ്ട്രീയമായി മുതലെടുക്കുകയല്ല വേണ്ടത്. എന്താണ് അതിൻ്റെ അടിസ്ഥാന കാരണം, അത് പരിശോധിക്കുക എന്നുള്ളതാണ്. ഇവിടെ ഇപ്പം ഈ പറയുന്ന ജീപ്പിൽ സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിച്ച് നമുക്കൊരു ജീപ്പിൽ കരുതുന്ന സ്ഫോടക വസ്തുക്കൾ വെറും വെടിക്കെട്ടിന് വേണ്ടി മാത്രമുള്ളതല്ല. അതല്ല, അതിന് ലൈസൻസും അങ്ങനെയുള്ള അംഗീകാരങ്ങളൊന്നുമില്ല. ഈ പ്രദേശത്തെ രാഷ്ട്രീയ കുടിപ്പകകൾക്കായിട്ട് ഇതിനു മുമ്പും സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതിന് സ്വാഭാവികമായും നമുക്ക് ഇതെന്തിനു വേണ്ടിയിട്ടൊക്കെയാണെന്ന് അനുമാനിക്കാം. അതൊരു അനുമാനം മാത്രമാണ്. അതേപോലെ ബോംബ് സ്ഫോടനം ഉണ്ടാകുമ്പോൾ എടുക്കുന്ന നിഗമനങ്ങളെല്ലാം പരിപൂർണമായും മാധ്യമങ്ങൾ ഊതിപ്പിരിപ്പിച്ച് കാണിക്കുന്നത് എങ്ങനെയാണ്? CPM പ്രവർത്തകർ അതിൽ പ്രതികളാണെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ വസ്തുതകളും അവിടെ നടക്കുന്ന ഒരു ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ടതാണ്. പക്ഷെ അതിനെ എങ്ങനെയാണ് നമ്മുടെ മാധ്യമങ്ങൾ ചിത്രീകരിച്ച് എവിടെ കൊണ്ടാണ് കിട്ടുന്നത് എന്നുള്ളത് നമ്മൾ നോക്കണം. അതേപോലെ ഇത്തരം സംഗതികൾ പൂർണ്ണമായും വളരെ ഗൗരവത്തോടെ ഇല്ലാതാക്കേണ്ടതാണ്. പക്ഷേ ഇത്തരം സ്ഫോടനങ്ങൾ ആരൊക്കെയാണ് ഇതിനോടകം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്, അതിൽ കൂടുതൽ ഉത്തരവാദിത്തപ്പെട്ടിട്ടുള്ള ആൾക്കാർ ആരാണ്, പക്ഷെ അവരുടെ പേരുകളാണോ പുറത്തു വരുന്നത് എന്നുള്ളതുമൊക്കെ നമ്മൾ പരിശോധിക്കാൻ ബാധ്യസ്ഥരാണ്. അരവിന്ദ് കെജ്രിവാളിനെ മുഖ്യമന്ത്രി സ്ഥാനത്തു നിന്നും നീക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജി ഡൽഹി ഹൈക്കോടതി 50,000 രൂപ പിഴ ചുമത്തി തള്ളി. വീണ്ടും ഇതേ ആവശ്യം ഉന്നയിച്ചതിനാണ് കോടതി പിഴ ചുമത്തിയിട്ടുള്ളത്, 50,000 പിഴ. ലൈംഗികാരോപണ കേസിൽ ആം ആദ്മി പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട മുൻ മന്ത്രി സന്ദീപ് കുമാർ നൽകിയ ഹർജിയിലാണ് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് മൻമോഹന്റെ ബെഞ്ച് ബുധനാഴ്ച ആ ഹർജിയാണ് തള്ളിയത്. കെജ്രിവാളിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും നീക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള 3ാമത്തെ ഹർജിയാണിത്. ഹർജിക്കാരനെ ജഡ്ജി രൂക്ഷമായി വിമർശിച്ചു. ഒരേ ആവശ്യം ഉന്നയിച്ചുള്ള 3ാമത്തെ ഹർജിയാണ് തള്ളുന്നത്. ജെയിംസ് ബോണ്ട് സിനിമയുടെ പല ഭാഗങ്ങൾ ഇറക്കുന്നത് പോലെയുള്ള പരിപാടിയാണ് ഒന്നിനു പിന്നാലെ മറ്റൊരു ഹർജി സമർപ്പിക്കൽ. കോടതിയെ രാഷ്ട്രീയ വിഷയങ്ങളിൽ ഇടപെടിക്കാനുള്ള നീക്കം അംഗീകരിക്കാനാകില്ല, ജസ്റ്റിസ് മൻമോഹൻ നിരീക്ഷിച്ചു. ഇന്നലെ ആം ആദ്മി പാർട്ടിയുടെ ഒരു മന്ത്രി രാജിവെച്ചിട്ടുണ്ട്. ആം ആദ്മി പാർട്ടിയിൽ സർവം അഴിമതിയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഓർക്കുക, അദ്ദേഹം രാജിവെച്ചു, ആം ആദ്മി പാർട്ടിയുടെ അംഗത്വവും രാജിവെച്ച് പുറത്തു പോയിട്ടുണ്ട്. പക്ഷേ ഇയാളിനെ ഹവാല ഇടപാടിൽ ചോദ്യം ചെയ്തുകൊണ്ട് കേന്ദ്ര ഏജൻസികൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഇയാളും ആ വേട്ടയാടലിന് വിധേയമായിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു നീക്കം നടത്തി സ്വന്തം പാർട്ടി അഴിമതിയാണ് എന്ന് പറയുന്നത്. നമുക്ക് അതിന് വസ്തുത അറിയത്തില്ല. ഏതായാലും ഇദ്ദേഹം പരിശുദ്ധനല്ല, ഇദ്ദേഹത്തിനെതിരെ കേസുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ രാജി എന്ന് എല്ലാവർക്കും വളരെ കൃത്യമായിട്ട് അറിയാം. രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ഇത്തരത്തിലുള്ള ഒരു സംഗതികളുടെ ഭാഗമാണ് ഇദ്ദേഹത്തിൻ്റെ രാജിയും
ഈ നാടകവുമൊക്കെ. ഏതായാലും ആം ആദ്മി പാർട്ടി പ്രവർത്തകരോട് കേരളത്തിലൊക്കെ സാറാ ജോസഫും നീലകണ്ഠൻ മാഷും ഒക്കെ അതിൻ്റെ നേതൃത്വത്തിൽ എത്തിയിട്ടുള്ള ആൾക്കാരാണ്. അവരിനിയെങ്കിലും മനസ്സിലാക്കണം, അടിസ്ഥാന രാഷ്ട്രീയം എന്നൊന്ന് വളരെ അത്യാവശ്യമായിട്ടുള്ളതാണ്. രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രവും ഒന്നും ആഡംബരവും അനാവശ്യവും ഒന്നും അല്ല. അതൊന്നുമില്ലാതെ വെറുതെ അഴിമതിക്കെതിരെ എന്ന് പറഞ്ഞ് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള സംഗതികളൊക്കെ സംഭവിക്കും. അഴിമതിക്കാരായിട്ട് തന്നെ മാറും. എത്ര പേർ അഴിമതി. ഇപ്പോൾ തന്നെ ലൈംഗിക ആരോപണ കേസിലാണ് ഒരു പുറത്തുപോയ ആളാണ് മൂന്നാമതും മുഖ്യമന്ത്രിയെ പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അങ്ങനെ അധികകാലം ഈ പ്രസ്ഥാനത്തിന് നിലനിൽക്കാൻ കഴിയില്ല. കാരണം അതിന് പ്രത്യയശാസ്ത്രത്തിന് അടിത്തറയില്ല. അതിനെ കോർത്തിണക്കുന്ന, അതിനെ അംഗങ്ങളെ കൊണ്ടുവന്ന് യോജിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ലക്ഷ്യം എന്നൊന്നുമില്ല. അവർ പറയുന്ന അഴിമതി മാത്രമാണ്. അഴിമതി മറ്റെന്തൊക്കെയോ സംഗതികളുടെ ബഹിർസ്ഫുരണം മാത്രമാണ്. അന്തർധാരയിലുള്ള അഴിമതിക്ക് നിദാനമായ അടിസ്ഥാന കാരണത്തെ ചോദ്യം ചെയ്യാനുള്ള പ്രത്യയശാസ്ത്ര ആയുധമില്ലാതെ സംഘടന രൂപീകരിച്ചാൽ ഏത് സാബുവിൻ്റെ 2020യും ഇത് നേരിടും എന്ന് മാത്രമല്ല, സാബുവിന് ഇലക്ട്രൽ ബോണ്ട് വാങ്ങിക്കൊടുക്കേണ്ടതായിട്ടും വരും. തനിക്ക് രാഷ്ട്രീയമില്ല എന്ന് അലറി വിളിച്ച് നടക്കുമ്പോൾ രാത്രിയിൽ തലയിൽ തുണിയിട്ട് രാഷ്ട്രീയക്കാരൻ്റെ പുറകെ പണവുമായി നടക്കുന്ന ഇത്തരത്തിലുള്ള അഭിനവ രാഷ്ട്രീയക്കാർ പാലം ഉദ്ഘാടനം ചെയ്യുമ്പോൾ ജട്ടിയൂരി പ്രതിഷേധിക്കുമ്പോൾ കൈയടിക്കാൻ മലയാള മനോരമ മുതലാളിമാരെ പോലുള്ള പത്രങ്ങളും ഉണ്ടാവും. മറ്റേ രസകരമായിട്ടുള്ള വാർത്ത നമ്മുടെ ദല്ലാൽ നന്ദകുമാർ. അദ്ദേഹത്തിൻ്റെ ആ പേരെല്ലാവരും അങ്ങ് ചാർത്തി കൊടുത്തിരിക്കുകയാണ്. ദല്ലാൽ നന്ദകുമാർ. അദ്ദേഹം ആദർശധീരനായ PT തോമസിൻ്റെ ഭാര്യ ഉമാ തോമസിന് നന്ദപ്പനാണ്. പ്രിയപ്പെട്ട നന്ദപ്പൻ. ഓർത്തോണം, നന്ദപ്പൻ എന്തൊരു സ്നേഹത്തോടെയാണ് ഉമാ തോമസ് നന്ദപ്പനെ വിളിക്കുന്നത്. അങ്ങനെ രാഷ്ട്രീയ നേതാക്കളുടെ കുടുംബങ്ങളുമായി വളരെ അടുത്ത ബന്ധമുള്ളയാളാണ് അനിൽ ആന്റണി ഇപ്പോൾ തെറി വിളിക്കുന്ന ഈ നന്ദകുമാർ എന്ന ദല്ലാൽ. നന്ദകുമാർ എന്ന ദല്ലാളിനെ ആദർശധീരനായ ആർഷഭാരത അനിൽ ആന്റണിക്ക് അറിയില്ല എന്ന് അയാൾ പറയുന്നില്ലല്ലോ. ഹോട്ടൽ ഒബ്രോയ്, ഹോട്ടൽ അശോക, ഇതിലൊക്കെ വെച്ച് നിരവധി സംഭാഷണങ്ങൾ ഇവർ തമ്മിൽ നടത്തിയിട്ടുണ്ടല്ലോ. എന്ത് ബന്ധം വെച്ചിട്ടാണ്? ആന്റണിയുടെ ഏത് വകയിലെ ബന്ധുവാണ് ഈ ദല്ലാൽ നന്ദകുമാർ? ഇന്ന് അനിൽ ആന്റണി തെറി പറയുന്നത്. ഇയാൾ അധികാരത്തിന്റെ അച്ഛൻ കേന്ദ്ര പ്രതിരോധ മന്ത്രിയായിരിക്കുമ്പോൾ അധികാരത്തിന്റെ ഇടനാഴിയിൽ നടന്ന് ഹോട്ടലുകളിൽ നിന്നൊക്കെ ഇതുകൂട്ട് കിട്ടുന്ന പിമ്പ് പണം ഉപയോഗിച്ചിട്ടില്ല എന്ന് നിഷേധിക്കുവാൻ പറ്റുമോ? അതല്ലേ ഈ നന്ദകുമാറുമൊക്കെ ആയിട്ടുള്ള ബന്ധം സൂചിപ്പിക്കുന്നത്? അത് അനിൽ ആന്റണിയുടെ കാര്യം മാത്രമല്ല പറയുന്നത്. ഈ രാഷ്ട്രീയക്കാർക്കെല്ലാം അവർക്കെല്ലാം ദല്ലാൽ നന്ദകുമാറിനെ വേണം. പരസ്യമായി തള്ളി പറയുകയും ചെയ്യും. ബന്ധമില്ല എന്നിവരാരും പറയുന്നില്ല. എത്രയോ കാലമായി അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും അറിയാം. അപ്പോൾ എന്തൊക്കെയോ ഏർപ്പാടുകൾ രാഷ്ട്രീയത്തിൻ്റെ ഈ വിശുദ്ധമായ ജനാധിപത്യത്തിൻ്റെ, സത്യവും നീതിയും തിരഞ്ഞെടുക്കുന്ന ജനാധിപത്യത്തിൻ്റെ ഇടനാഴിയിൽ കോടികളുടെ പിമ്പ് പണികൾ നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള വാർത്തയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വെളിപ്പെട്ടിട്ടുള്ളത്. CBI സ്റ്റാൻഡിംഗ് കൗൺസിൽ നിയമനത്തിന് അനിൽ ആന്റണി 25 ലക്ഷം വാങ്ങിയെന്ന് ദല്ലാൽ നന്ദകുമാറിന്റെ വെളിപ്പെടുത്തലും ഇത് PJ കുര്യൻ സ്ഥിരീകരിച്ചതും പ്രതിരോധത്തിലാക്കിയത് AK ആന്റണിയെ. 2013 ഏപ്രിലിൽ ഡൽഹിയിലെ അശോക ഹോട്ടലിൽ വെച്ച് കവറിലാണ് അനിലിന് പണം കൈമാറിയതെന്നാണ് നന്ദകുമാർ പറഞ്ഞത്. അന്ന് CBI ഡയറക്ടറായിരുന്ന രഞ്ജിത്ത് സിൻഹയ്ക്ക് നൽകാനാണ് പണം കൊടുത്തത്. താൻ ആവശ്യപ്പെട്ട ആൾക്ക് നിയമനം ലഭിച്ചില്ലെന്ന് മാത്രമല്ല, പണം തിരികെ നൽകാനും അനിൽ തയ്യാറായില്ലെന്നും പിന്നീട് PT തോമസ് ഇടപെട്ടാണ് 5 ഗഡുക്കളായി പണം ലഭിച്ചത്. NDA മന്ത്രിസഭ വന്നപ്പോൾ ഇതിൽ പരാതി കൊടുക്കാൻ താൻ ശ്രമിച്ചു. PJ കുര്യൻ ഇടപെട്ടാണ് പിന്തിരിപ്പിച്ചതെന്നുമാണ് നന്ദകുമാർ പറയുന്നത്. ഇതിൽ പണം വാങ്ങിയിട്ടുണ്ട്, അത് തിരികെ കിട്ടാനായി തന്നെ ഈ നന്ദകുമാർ സമീപിച്ചിട്ടുണ്ട് എന്ന് ഇദ്ദേഹം പറയുന്നുണ്ട്. നമ്മുടെ PJ കുര്യൻ പറയുന്നുണ്ട്. PJ കുര്യൻ്റെ അടുക്കൽ ചെന്നതായിട്ട് പറയുന്നുണ്ട്. പക്ഷെ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് ഓർമ്മയില്ല. ആന്റണിയോടാണോ പണം തിരികെ നൽകാൻ പറഞ്ഞത്? ആന്റണിയോടാണെങ്കിൽ അത് വളരെ ഗുരുതരമാണ്. കാരണം ആന്റണി കൂടി ഇത് അറിഞ്ഞു എന്നുള്ളതാണ്. ഏതായാലും ഇപ്പോൾ അതൊന്നും അറിയില്ല എന്നാണ് PJ കുര്യൻ പറയുന്നത്. അത് തികച്ചും അങ്ങനെ സ്വാഭാവികമായി ഇത്രയും വലിയൊരു സംഗതി നടക്കുമ്പോൾ അതറിയില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നത് കളവാണെന്ന് എല്ലാവർക്കും അറിയാം. കാരണം
എ കെ ആന്റണിയുടെ മകൻ കുറേ പണം വാങ്ങിയിട്ടുണ്ട്, അത് തിരികെ നൽകുന്നില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും എ കെ ആന്റണിയുടെ വളരെ വേണ്ടപ്പെട്ട രാഷ്ട്രീയ അനുയായി എന്ന രീതിയിൽ പി ജെ കുര്യന് അതിൽ അതെന്താണെന്നറിയാനുള്ള താല്പര്യം ഉണ്ടാകേണ്ടതാണ്, എന്താണെന്ന് തിരക്കേണ്ടതാണ്, എത്ര രൂപയാണെന്ന് തിരക്കേണ്ടതാണ്, എന്തിടപാടാണെന്ന് തിരക്കേണ്ടതാണ്, അറിയേണ്ടതുമാണ്. അതൊക്കെ ഓർമ്മയിൽ നിന്ന് അത്ര പെട്ടെന്ന് പോകുന്ന കാര്യങ്ങളുമല്ല. ഇപ്പോൾ നമ്മളെ കളിപ്പിക്കാൻ ജനങ്ങൾ വിഡ്ഢികളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങളും ഒക്കെ ഉണ്ടാവും എന്നറിയാവുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ പണം വാങ്ങിയിട്ടുണ്ട്, അത് കൊടുക്കണമെന്ന് പറയാൻ തൻ്റെ അടുക്ക് വന്നു, താൻ കൊടുക്കണമെന്ന് പറയുകയും ചെയ്യുന്നു എന്നുള്ള ഒഴുക്കൻ മറുപടി മാത്രം ഇദ്ദേഹം പറയുന്നത്. പിന്നെ അനിൽ ആന്റണി ആണെങ്കിൽ ഇദ്ദേഹത്തെ പണം വാങ്ങി ഇല്ല എന്നുള്ളതിന് ആ വസ്തുതകൾ പറയുന്നതിന് പകരം നേരെ നന്ദകുമാറിനെ തെറി വിളിക്കുക, ഇവൻ കള്ളനാണ്, ഇവൻ അങ്ങനാണ്, ഇവൻ കൊള്ളുകയില്ലാത്തവനാണ്, ഇവനെ എന്നെ പരിചയപ്പെടുത്തിയത് പി ജെ കുര്യനാണ് ഇതിൻ്റെ എല്ലാ ഉത്തരവാദിത്വം. അങ്ങനെയാണ് ഈ അനിൽ ആന്റണിക്ക് അറിയില്ലേ, ഈ രാഷ്ട്രീയമൊക്കെ ശ്രദ്ധിക്കുന്ന ആളാണ്, അച്ഛൻ്റെ കൂടെയൊക്കെ താമസിച്ചിരുന്ന ആളാണെങ്കിൽ ആരാണ് അനിൽകുമാർ? പി ജെ കുര്യൻ പറഞ്ഞ ഉടനെ നന്ദകുമാറിനെ പരിചയപ്പെടാൻ പോകാനും മാത്രം അത്രയ്ക്ക് നിഷ്കളങ്കനാണോ ഈ അനിൽ ആന്റണി? എന്ത് കാര്യത്തിനായിട്ടാണ് ഇത്തരത്തിലൊരാളെ പോയി ഈ ഹോട്ടലുകളിൽ വെച്ചൊക്കെ കാണുന്നത്? കണ്ടിട്ടുണ്ടെന്ന് അയാൾ പറയുന്നുണ്ടല്ലോ. പി ജെ കുര്യൻ പറഞ്ഞ എന്തും ചെയ്യുമോ അനിൽ ആന്റണി? എന്തിനായിരുന്നു ഒന്ന് കണ്ടത്? എന്താണ് ഉദ്ദേശിച്ചത്? ഏതായാലും അന്ന് സ്വന്തം പിതാവ് പ്രതിരോധ മന്ത്രിയാണല്ലോ. രേഖകൾ ഫോട്ടോസ്റ്റാറ്റ് എടുത്തതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ചോദിക്കുന്നുണ്ട്, ബി ജെ പിക്കാർ സംരക്ഷണം തീർത്തുകൊണ്ട് ചോദിക്കുന്നുണ്ട്, എ കെ ആന്റണിയുടെ വീട്ടിലാണോ പ്രതിരോധ രേഖകളുടെ കോപ്പികൾ എ കെ ആന്റണിയുടെ കയ്യിലും കാണും. അദ്ദേഹം മന്ത്രിയാണെങ്കിൽ അദ്ദേഹത്തിന് പരിശോധിക്കാൻ വീട്ടിൽ കൊണ്ടുവരാം, തിരിച്ചയക്കാം, അതിനൊക്കെയുള്ള സൗകര്യങ്ങൾ അവിടെ ഉണ്ട്. അതൊന്നും അറിയാൻ വയ്യാത്തവരല്ല ഇന്ത്യയിലെ ജനങ്ങൾ. വോട്ട് ചെയ്യുന്നത് ചിലപ്പം നവരാത്രിക്ക് മീൻ കഴിച്ചോ ഇല്ലയോ എന്നുള്ളത് നോക്കിയാണെങ്കിലും ഇതൊക്കെ അറിയാൻ കഴിയുന്ന തലയിൽ വെളിച്ചമുള്ള കുറച്ച് ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് അഹങ്കരിക്കാം, കാരണം കൂടുതൽ ആൾക്കാരും നവരാത്രിക്ക് ഇന്നയാൾ മീൻ കൂട്ടിയാണോ ഭക്ഷണം കഴിച്ചത്, റൊട്ടി കഴിച്ചത് എന്ന അടിസ്ഥാനത്തിൽ വോട്ട് ചെയ്യുന്ന ഇന്ത്യയിൽ ബി ജെ പിക്ക് അഭിമാനിക്കാൻ ഇനിയും കുറേ കാലം കൂടി കഴിയും, വളരെയധികം ശക്തിപ്പെടാനും കഴിയും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും പി ജെ കുര്യൻ ഒരു വലിയ ചതിയനാണ് എന്നാണ് നമ്മുടെ അനിൽ ആന്റണി പറയുന്നത്. മറ്റൊരു അല്പം വേദനിപ്പിക്കുന്ന വാർത്ത ഗാന്ധിമതി ബാലൻ അന്തരിച്ചു എന്ന വാർത്തയാണ്. മലയാളത്തിന് കലാമൂല്യമുള്ള നിരവധി സിനിമകൾ സമ്മാനിച്ച നിർമ്മാതാവ് ഗാന്ധിമതി ബാലൻ 66-ാം വയസ്സിൽ, അദ്ദേഹത്തിൻ്റെ ശരിക്കുമുള്ള പേര് കെ പി ബാലകൃഷ്ണൻ നായർ എന്നാണ്, മരിച്ചു. ബുധനാഴ്ച ഇന്നലെ ഉച്ചയ്ക്ക് തലസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് അന്ത്യം. മൃതദേഹം ഇന്ന് രാവിലെ 9 മണിക്ക് താമസ സ്ഥലമായ വഴുതക്കാട് ആർടെക് മീനാക്ഷിയിൽ കൊണ്ടുവരും. പകൽ 2:30 മുതൽ 4:30 വരെ അയ്യൻകാളി ഹാളിൽ, പഴയ വിജയറ്റി ഹാളിൽ പൊതു ദർശനം. സംസ്കാരം വൈകിട്ട് 5-ന് ശാന്തി കവാടത്തിൽ. അദ്ദേഹം പത്തനംതിട്ട ഇലന്തൂരിലാണ് കുടുംബം. ചലച്ചിത്ര അക്കാദമി മുൻ വൈസ് ചെയർമാനാണ്. ഇത്തിരി നേരം ഒത്തിരി കാര്യം ആണ് നിർമ്മിച്ച ആദ്യ ചിത്രം. ഞാൻ പറഞ്ഞത് പഞ്ചവടി പാലം. അതിനുശേഷമാണ് പഞ്ചവടി പാലം നിർമ്മിക്കുന്നത്. പ്രശസ്തമായ സിനിമ കലാമൂല്യമുള്ള മൂന്നാം പക്കം, തൂവാനത്തുമ്പികൾ, സുഖമോ ദേവി, മാളൂട്ടി, ആദാം, കെ ജി ജോർജിൻ്റെ ആദാമിൻ്റെ വാരിയല് തുടങ്ങിയ 30-ൽ പരം ചിത്രങ്ങളുടെ നിർമ്മാണവും വിതരണവും നിർവഹിച്ചു. ബാലചന്ദ്രമേനോൻ, പത്മരാജൻ, കെ ജി ജോർജ്, വേണു നാഗവള്ളി തുടങ്ങിയവർക്ക് ഒപ്പമായിരുന്നു അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത്. ഏതായാലും വളരെ വേദനയുളവാക്കുന്ന ഒരു വേർപാടാണ്. എന്താ പറയുന്ന ഇവരെല്ലാവരും നമുക്കറിയാം. വേണു നാഗവള്ളി, പത്മരാജൻ, ഇവരുടെയൊക്കെ കൂട്ടുകെട്ടുകൾ ഒരു കാലത്ത് നിർമ്മിച്ച വളരെ ശ്രദ്ധേയമായ കലാമൂല്യമുള്ള സിനിമകൾ. ഇതിൽ മൂന്നാം പക്കത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചില അനുഭവങ്ങൾ മാതൃഭൂമി പത്രത്തിൽ ഇന്ന് എഴുതിയിട്ടുണ്ട്. ഗാന്ധിമതി ബാലൻ അന്ന് സാമ്പത്തികമായിട്ടൊക്കെ വളരെ ബുദ്ധിമുട്ടുന്ന സമയത്താണ്. അത്ര ചെലവ് കുറഞ്ഞൊരു സിനിമയാണ് മൂന്നാം പക്കം. ജയറാമൊക്കെ അഭിനയിക്കുന്നത്. ജയറാമിനൊന്നും അത്ര വലിയ തുകയൊന്നും കൊടുക്കേണ്ടതായിട്ടില്ല. വളരെ കുറഞ്ഞ തുകയ്ക്ക് പത്മരാജൻ്റെ ഒരു കഥയുടെ ബലത്തിൽ നിർമ്മിച്ചതാണ്. അന്ന് ഇളയരാജയെ അതിൻ്റെ സംഗീതം ചെയ്യുവാൻ സമീപിച്ചതും, ഇളയരാജയ്ക്ക് അന്നൊരു സിനിമയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നത് 15 ലക്ഷം രൂപയൊക്കെ കിട്ടുന്ന കാലമാണ്. സംഗീത സംവിധാനം നിർവഹിച്ചു, ഗാനങ്ങൾ എഴുതി. അതിനുശേഷം കയ്യിൽ പൈസയില്ല, 3 ലക്ഷം രൂപയെ കൊടുക്കാനായിട്ടുള്ളൂ.
വിറച്ചുകൊണ്ടാണ് ഗാന്ധിമതി ബാലൻ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ചെല്ലുന്നത്. ഈ 3 ലക്ഷം രൂപ കൊടുക്കുമ്പോൾ എന്തായിരിക്കും അദ്ദേഹത്തിൻ്റെ പ്രതികരണം എന്നതിൽ അദ്ദേഹത്തിന് ഭയമുണ്ട്. പക്ഷേ 3 ലക്ഷം രൂപ അവിടെ അദ്ദേഹം ചമ്പ്രം പടഞ്ഞാണല്ലോ ഇരിക്കുന്നത്. അവിടെ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വെച്ചപ്പോൾ അതിൽ നിന്ന് 1 ലക്ഷത്തിൻ്റെ ഒരു കെട്ടെടുത്ത് തിരികെ കൊടുക്കുകയാണ് ഇളയരാജ ചെയ്തത്. കാരണം ഇളയരാജയ്ക്ക് അത്രയധികം ആ കഥ, 3-ാം പക്കം എന്ന കഥ അദ്ദേഹത്തിന് സ്ട്രൈക്ക് ചെയ്തിരുന്നു. എന്ന് മാത്രമല്ല, സിനിമയിൽ പങ്കെടുത്തപ്പോൾ ഇത് ഗാന്ധിമതി ബാലൻ്റെയൊക്കെ അവസ്ഥയും ആ സിനിമയുടെ മഹത്വമൊക്കെ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. അങ്ങനെയാണ്. അത് മാത്രമല്ല, പല വിട്ടുവീഴ്ചയ്ക്ക് വന്ന് ഇളയരാജ തയ്യാറായി. പാട്ട് പാടിക്കുന്നവരുടെ കാര്യത്തിൽ, സംഗീതത്തിൻ്റെ സിറ്റുവേഷൻ മനസ്സിലാക്കി ഗാനങ്ങൾ എഴുതുന്ന കാര്യത്തിലൊക്കെ അവരോടൊപ്പം സഹകരിച്ചതിൻ്റെ ഒരു അനുഭവ കഥയും മാതൃഭൂമിയിൽ ഇന്ന് പറയുന്നുണ്ട്. ഇത്രയൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. നമ്മൾ വായിച്ച ഒരു വാർത്തയുണ്ട്, അത് വിശദമായിട്ട് പറഞ്ഞില്ല. ഡൽഹിയിൽ അട്ടിമറി നീക്കം, അത് ED വിരട്ടിയ AAP മന്ത്രി രാജിവെച്ചു. ഞാൻ അദ്ദേഹത്തിൻ്റെ പേരൊന്നും പറഞ്ഞിരുന്നില്ല, ഇന്നലെ വായിച്ച വാർത്തയാണ്, എനിക്ക് പെട്ടെന്ന് ഓർമ്മയിൽ നിന്ന് അത് പോയി. വസതിയിൽ റെയ്ഡ് നടത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിരട്ടിയ ഡൽഹി സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി രാജ്കുമാർ ആനന്ദ് കെജ്രിവാൾ മന്ത്രിസഭയിൽ നിന്നും രാജിവെച്ചു. മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ നിലവിൽ ജയിലിൽ ആയതിനാൽ രാജി സ്വീകരിക്കാനോ ലഫ്റ്റനന്റ് ഗവർണർക്ക് കൈമാറാനോ സാധിക്കില്ല. ഭരണ പ്രതിസന്ധി സൃഷ്ടിച്ച് മുഖ്യമന്ത്രിയെ രാജിവെപ്പിക്കാനാണ് BJPയുടെ നീക്കം. അതായത് EDയുടെ ഭീഷണിയിലുള്ള ഒരാളെ ഉപയോഗപ്പെടുത്തി ഒരു ഭരണ പ്രതിസന്ധി കൃത്രിമമായി സൃഷ്ടിക്കുക എന്നുകൂടി ഇതിന്റെ ലക്ഷ്യമുണ്ട്. വിദേശത്ത് നിന്ന് സാധനങ്ങൾ ഇറക്കുമതി ചെയ്തതിൽ 7 കോടിയിലധികം രൂപയുടെ നികുതി വെട്ടിപ്പ് നടത്തിയെന്ന് കസ്റ്റംസ് പരാതിയിൽ ED രാജ്കുമാർ ആനന്ദിനെതിരെ കള്ളപ്പണം നിരോധന വകുപ്പ് ചുമത്തി കേസെടുത്തിരുന്നു. EDയുടെ കേസിൽപ്പെട്ടയാളാണ്. വസതിയിൽ കഴിഞ്ഞ നവംബറിൽ 23 മണിക്കൂർ നീണ്ട റെയ്ഡ് നടന്നു ഇദ്ദേഹത്തിന്റെ വസതിയിൽ. ഈ കേസിന്റെ തുടർ നടപടികൾ പുരോഗമിക്കുന്നതിനിടയിലാണ് മന്ത്രിയുടെ രാജിപ്രഖ്യാപനം. AAPയുടെ പ്രാഥമിക അംഗത്വം വരെ രാജ്കുമാർ രാജിവെച്ചു. MLA-മാരെ BJP കൂറുമാറ്റാൻ ശ്രമിക്കുന്നുവെന്നും BJPയിൽ ചേർന്നില്ലെങ്കിൽ അറസ്റ്റ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുന്നുവെന്നും മന്ത്രി അതിഷി മർലെന കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നു. രാജ്കുമാറിനെ ഭയപ്പെടുത്തി രാജിവെപ്പിച്ചെന്ന് AAP മന്ത്രി സൗരഭ് ഭരദ്വാജ് പ്രതികരിച്ചു. മന്ത്രിമാരെയും MLA-മാരെയും കൂറുമാറ്റാൻ BJP കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗപ്പെടുത്തുന്നുവെന്ന് AAP രാജ്യസഭാ അംഗം സഞ്ജയ് സിംഗും പറഞ്ഞു. അപ്പോൾ കാര്യങ്ങൾ നമുക്ക് വ്യക്തമായല്ലോ. എന്തിനു വേണ്ടിയാണ് പെട്ടെന്ന് ഇങ്ങനെ രാജിവെപ്പിച്ചത്? ഇപ്പോൾ ഉടനെ രാജിവെച്ചത്, ഇലക്ഷൻ സമയത്ത് തന്നെ രാജിവെപ്പിച്ചതിന്റെ ഉദ്ദേശം ഭരണ പ്രതിസന്ധി സൃഷ്ടിക്കുക. കാരണം മുഖ്യമന്ത്രിക്കാണ് രാജി ലഫ്റ്റനന്റ് ഗവർണറെ ഏൽപ്പിക്കുവാനുള്ള ചുമതല. അദ്ദേഹം ജയിലിൽ കിടക്കുമ്പോൾ അത് സാധ്യമല്ല. അത് ഒരു ഭരണഘടനാ പ്രതിസന്ധി ഉണ്ടാക്കും, ഭരണപ്രതിസന്ധി ഉണ്ടാക്കും. അത് ഉണ്ടാക്കുക എന്നുള്ളത് മാത്രം ആണ്. അങ്ങനെ മുഖ്യമന്ത്രിയെ രാജിവെപ്പിക്കാനായിട്ട് പ്രേരിപ്പിക്കാൻ വേണ്ടി BJP ആസൂത്രണം ചെയ്ത ഒരു കളിയാണിത്. പല ഇത്തരം വൃത്തികെട്ട ശകുനിപ്പണികളിൽ ഒരു ശകുനിപ്പണി കൂടിയാണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വാസ്തവങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. പ്രധാനപ്പെട്ട വാർത്തകളുടെ വായന അവസാനിക്കുകയാണ്. എല്ലാവർക്കും നന്ദി. ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണത്തിൽ കുറവുണ്ട്. ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുകയും ചെയ്യണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.